യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. യുവത്വം ആളിക്കത്തുന്ന ഒരു തീക്കനൽ പോലെയാണ്. സമൂഹത്തിന് പ്രകാശം വിതറാനും അതിനെ ചുട്ടുചാമ്പലാക്കാനും യുവത്വത്തിന് കഴിയും. തങ്ങളുടെ ഈ പ്രായം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഓരോ നാടിൻ്റെയും സൽപ്പേര് രൂപപ്പെടുക. ഇവിടെ കുട്ടനാട് ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി വിളിച്ചോതുന്ന ചമ്പക്കുളം ഗ്രാമത്തിന് ഏറെ പ്രഭ ചൊരിയുന്ന ഒരു കൂട്ടം യുവതി യുവാക്കളെയാണ് യൂത്ത് ഫോർ ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ചമ്പക്കുളം ഗ്രാമത്തിൽ നന്മയുടെ പ്രഭ ചൊരിയുന്ന അഗ്നിനാളങ്ങളുടെ ഇടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. മനസ്സിൽ യൗവനം സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും അഭിമാനം തോന്നുന്ന ഒരു നിമിഷം. അടിച്ചു പൊളിക്കേണ്ട ഈ പ്രായത്തിലും നന്മ പ്രവൃത്തികൾക്കായി സമയം മാറ്റിവെക്കുന്ന ഇവരുടെ ഈ മനോഭാവത്തെ നമുക്ക് ഒന്നടുത്തറിയാം. ഒരു രാജ്യത്തിൻ്റെ ശക്തിയെന്ന് പറയുന്നതും ഒരു നാട് അഭിമാനിക്കുന്നതും വളർന്നു വരുന്ന ഒരു യുവതലമുറയെ കണ്ടിട്ടാണ്. ഏറ്റവും കൂടുതൽ യുവതലമുറയ്ക്ക് ജന്മം നൽകിയ രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യയുടെ വളർച്ചയെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന പോലെ ഒരു ഗ്രാമത്തിൻ്റെ താങ്ങും തണലുമാകുന്ന യുവതലമുറയെയാണ് യൂത്ത് ഫോർ ക്രൈസ്റ്റിലൂടെ പ്രേക്ഷകർ അടുത്തറിയുന്നത്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മുഴുകി ജീവിതം ആസ്വദിക്കുന്ന യുവതലമുറയെക്കുറിച്ചാണ് ലോകം പറയുന്നതെങ്കിൽ ഇവിടെ പ്രേക്ഷകർ പരിചയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളം ഗ്രാമത്തിന് അനുഗ്രഹമായ ഈ യുവാക്കളെക്കുറിച്ചാണ്. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ഏതൊരു യുവമനസ്സിനും പ്രചോദനമാകുന്ന നിങ്ങളുടെ നന്മ പ്രവൃത്തികൾക്കുള്ള ആരംഭം അഥവാ പ്രചോദനം എവിടെ നിന്നാണ്? ശരിക്കും ഈ സമൂഹത്തിന് ഒരാൾ എന്ന രീതിയിൽ ചെയ്ത് ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയെന്ന് ഇപ്പോൾ ഞങ്ങളൊരു കൂട്ടായ്മയിൽ അതിൽ എന്തും ചെയ്യാം എന്നൊരു ഉദ്ദേശം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ഏറ്റവും പ്രചോദനം ഞങ്ങളുടെ വൈദികർ സിസ്റ്റേഴ്സ് എല്ലാം ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് ഞങ്ങൾ സാധാരണക്കാർ ഈ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ തുച്ഛമായ ചില സാമ്പത്തികം എന്നാൽ കഴിയുന്ന ജോലി ഉണ്ടെങ്കിൽ പോലും നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കൂട്ടായ്മയിലൂടെ അത് സംഘടിപ്പിക്കാൻ പറ്റും എന്നൊരു മനസ്സത് ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒത്തുകൂടി പ്രാർത്ഥനയിലൂടെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ മീറ്റിങ്ങിലൂടെ സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന് അവരോട് സഹായങ്ങൾ അഭ്യർത്ഥിച്ച് ഞങ്ങൾ ഈ സാധാരണക്കാരായ വ്യക്തികൾക്ക് ഞങ്ങൾ സഹായം ചെയ്തു കൊടുത്തു. അത് ഞങ്ങൾക്ക് മനസ്സിനും അതുൾപ്പെടെ ഒരുപാട് സന്തോഷവും തന്നൊരു ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിന് ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യാൻ മുന്നോട്ട് നൽകുന്ന നല്ലൊരു കൂട്ടായ്മയും ഗ്രൂപ്പും ഞങ്ങൾക്കുണ്ട്. അത് നമ്മളെ വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ യുവത്വം എന്ന് പറയുന്നത് ഏതൊരു രീതിയിലേക്ക് മാറാവുന്നൊരു സമയമാണ്. അതിനെ നല്ല വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി ഞങ്ങൾക്കിവിടെ വൈദികരും സിസ്റ്റേഴ്സും നല്ലൊരു പ്രോത്സാഹനം നൽകുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു സംഘടന ഉണ്ടാക്കി നമ്മളിവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും വിളിച്ചു കൂട്ടി എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഈ മലയ മാതാവിൻ്റെ ചൂട്ടി ഞങ്ങൾ എല്ലാ ദിവസവും കൊന്തയില്ലുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വാർത്തകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ സമൂഹത്തിലേക്ക് കൂടുതൽ നന്മ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുന്നു. പാവപ്പെട്ട രോഗികളായിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. പഠിക്കാൻ മാർഗമില്ലാത്ത കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പല സ്പോൺസർമാരെ ഞങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് ഞങ്ങൾ ചെയ്യുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു ഭവന നിർമ്മാണം എന്ന് പറഞ്ഞാൽ വളരെയേറെ സാമ്പത്തികം ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. അങ്ങനെ അവസ്ഥയിൽ സിമൻറ്റ്, മണ്ണ്, മണൽ അങ്ങനെയൊക്കെ
ഒരുപാട് ബുദ്ധിമുട്ട്. ഒരു സാധാരണക്കാരന് ഒരു ഭവനം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ കൂട്ടായ്മയോട് ആലോചിച്ചു, സാമ്പത്തികപരം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സഹായം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ സാധാരണക്കാർ ഒരു വീട് വെക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയി ഞങ്ങളാ കഴിയുന്ന ശരീരം ഞങ്ങൾ അവരെ സഹായിക്കുമായിരുന്നു. ഞങ്ങൾ സിമൻ്റ് ഇറക്കാനാണെങ്കിലും മണലിറക്കാനാണെങ്കിലും അവരെ സഹായിച്ചു. അതിലൂടെ തൊഴിലാളികൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ജോലി ചെയ്യാൻ സാമ്പത്തികം വാങ്ങാതെ ഞങ്ങൾ അവർക്ക് കൈയഴിഞ്ഞ് സഹായിച്ചു ചെയ്തിട്ടുണ്ട്. അതിലൂടെ അവർക്ക് സാമ്പത്തിക ഒരുപാട് ലാഭം ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിലൂടെ ഞങ്ങൾക്ക് ഒരു അഭിമാനം തോന്നുന്നു. ഇപ്പോഴും ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വീടുകൾ സാധാരണക്കാരനായ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ പോവുക, അവർക്ക് വേണ്ട ഇതുപോലുള്ള ജോലികൾ ചെയ്ത് ഞങ്ങൾ അവരെ സഹായിക്കുക എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്നു. അതിലൂടെ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു. നിങ്ങളിൽ ഒരുവനെ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് അത് ചെയ്തത് എന്ന ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച ഇവർ ഒരു നാടിന്റെ ദൈവകരമായി മാറിക്കൊണ്ടിരിക്കുന്നു. വൃക്കരോഗം ബാധിച്ച് ജീവിതം വഴിമുട്ടിയ പാവങ്ങളെ സഹായിക്കാൻ ചികിത്സാ ചെലവിന് ലക്ഷങ്ങളാണ് നാട്ടുകാരിൽ നിന്നും കണ്ടെത്തി ഇവർ രോഗികളെ സഹായിക്കുന്നത്. വിവിധ മേഖലകളിലെ ജോലിയിലും പഠനത്തിലും കഴിയുന്ന അനേകം യുവജനങ്ങൾ കല്ലൂർക്കാട് സെൻറ് മേരീസ് ഫൊറോന ഇടവക ദേവാലയവുമായി വിൻസെൻ്റ് പോൾ യുവദീപ്തി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം യുവജനങ്ങൾ വിവിധങ്ങളായിട്ടുള്ള ജീവികാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുകയും സഹകരിക്കുകയും മേൽനോട്ടം നടത്തുകയും ചെയ്യുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ജീവികാരുണ്യ പ്രവർത്തനങ്ങളും മറ്റും ക്രോഡീകരിക്കുന്നത് കൺവീനർ മത്തായി ആണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രഗത്ഭരായിട്ടുള്ള യുവജനങ്ങൾ, +1 +2 വിദ്യാർത്ഥിനികൾ, ഡിഗ്രി പഠിക്കുന്നവർ, അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരായിട്ടുള്ള യുവജന സുഹൃത്തുക്കൾ എല്ലാ ഞായറാഴ്ചയും 7:30 മണിക്കത്തെ കുർബാനയ്ക്ക് ശേഷം യുവജനങ്ങൾ ഒരുമിച്ച് കൂടുകയും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നുണ്ട്. Youth for Christ. ഇതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരു മതിലിടിഞ്ഞ് ഒരു പയ്യൻ്റെ കാലിൽ വീണ് ഒരു 2 വർഷത്തോളം അവൻ കിടപ്പിലായിരുന്നു. അങ്ങനെ അവർക്ക് ചികിത്സിക്കാൻ പണമില്ലാതെ അവർ പത്രത്തിൽ പരസ്യം ചെയ്തു. ഈ പരസ്യം കണ്ടുകൊണ്ട് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ ഒന്നിച്ചുകൂടി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ 4 ലക്ഷം രൂപയാണ് ആ പയ്യന് ഓപ്പറേഷൻ ചിലവ് പറഞ്ഞ്. ഞങ്ങൾ വേറൊരു ഡോക്ടറുടെ സഹായം തേടി. ആ സ്വകാര്യ ഹോസ്പിറ്റൽ പറഞ്ഞത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ കുട്ടികളുടെ കാല് മുറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറുടെ സഹായം തേടി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ ഉടനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, കാലിൽ ഒരു ചെരുപ്പിടുക, ചെരുപ്പിട്ട് കുറച്ച് നാൾ നടന്ന് അത് റെഡിയാവും. അങ്ങനെ ഞങ്ങളൊരു ചെരുപ്പ് 9,000 രൂപ വില വരുന്ന ചെരുപ്പാണ്. അത് ഞങ്ങൾ സ്പോൺസറെ കണ്ടെത്തി, അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരു 4 ലക്ഷം രൂപ പറഞ്ഞ ആ ചിലവ് ഞങ്ങൾക്ക് 27,000 രൂപ ആയിട്ടുള്ള ആ ഓപ്പറേഷന്. അങ്ങനെ സ്വകാര്യ ഒരു ഹോസ്പിറ്റലിലെ ഒരു ചൂഷണത്തെ ഞങ്ങൾക്ക് ഇതിലൂടെ തടയാനും പറ്റി. ഞങ്ങൾ ആദ്യം ആ പയ്യൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് അവൻ കട്ടിലിൽ നിന്ന് അനങ്ങാമല്ലാതെ കിടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. അത് ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ആ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് സമൂഹത്തിന് കൂടുതൽ മാതൃക കാണിക്കാൻ ഞങ്ങൾക്ക് ഇതിലൂടെ സാധിച്ചിട്ടുണ്ട്.
മകൻ്റെ കാലയിൽ മതിലിടിഞ്ഞ് വീണ് അസ്ഥികൾ പൊടിഞ്ഞ് മാംസമൊക്കെ പോയി 8 മാസത്തോളം ഡെയിലി ഡ്രസ്സിങ് ആയിരുന്നു കാല്. വണ്ടാനത്തെ ഹോസ്പിറ്റലാണ് കാണിച്ചത്. 3 ഓപ്പറേഷൻ അവിടെ ചെയ്ത്, എന്നിട്ടും ഒരു മാറ്റവും സംഭവിച്ചില്ല. പിന്നെ 1.5 വർഷത്തോളം വീട്ടിൽ കിടപ്പായി കഴിഞ്ഞ് ഞങ്ങൾ ന്യൂസ് പേപ്പറിൽ കൊടുത്ത്. അത് കഴിഞ്ഞപ്പോഴാണ് ചമ്പക്കുളത്ത് യൂത്തിലെ പിള്ളേർ വന്ന് അത് കണ്ടുകൊണ്ട് അങ്ങനെ അവർ വന്ന് ഞങ്ങൾ ചെത്തിപ്പുഴ അവർ തന്നെ പറഞ്ഞു ബോബൻ ഡോക്ടർ മറ്റേ ചെത്തിപ്പുഴയിലെ ബോബൻ സാറിനെ കാണിക്കാമെന്ന് പറഞ്ഞ് അവരുമായിട്ട് ഞങ്ങൾ പോയി ഡോക്ടറെ കാണിച്ച്. ഡോക്ടർ പറഞ്ഞ് അത് മാറ്റം സംഭവിക്കും, എഴുന്നേറ്റ് നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആദ്യമേ ഷൂവിനാണ് ഓർഡർ തന്നത്. അങ്ങനെ അത് ഷൂ ഒരു യൂത്തിലെ പിള്ളേരാണ് വാങ്ങിച്ചു തന്നത്. അവരുടെ ഒരു സംഘടനയുടെ ഫലമായിട്ടാണ് എൻ്റെ മോനിപ്പം നടക്കുന്നുണ്ട്. 1.5 വർഷത്തോളം നടക്കാൻ വെച്ച് ഇപ്പം 2.5 വർഷം കഴിഞ്ഞ് ഈ മോന് സ്കൂളിൽ പോകാൻ തുടങ്ങി. Youth for Christ. ഇന്ന് ഈ കാണുന്ന ഞങ്ങളുടെ ഈ കൂട്ടായ്മ ഏകദേശം 4-5 വർഷത്തോളമായി. ഈ കൂട്ടായ്മ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് കാര്യം തുടക്കം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി സാധാരണക്കാരായ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇൻഡിവിജ്വലായിട്ട് എനിക്കോ വേറൊരാൾക്കോ ചെയ്യാൻ പറ്റാത്തത് ഒരു കൂട്ടായ്മയിലൂടെ നേടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിനായി ഞങ്ങൾ സ്വരൂപിച്ച നിശ്ചിതമായ തുക അതും പോരാതെ വന്ന് ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി സ്പോൺസർമാരെ കണ്ടെത്തി സാമ്പത്തിക സ്ഥിതി കിട്ടി. അവർക്ക് വേണ്ട കുട്ടികൾക്ക് പുസ്തകം അല്ലെങ്കിൽ അതിനനുസരിച്ച് സാമ്പത്തികം കൊടുത്ത് ഞങ്ങൾ സഹായിച്ചു. അത് വളരെ അഭിമാനം തോന്നുന്നു. ഇതിനേക്കാൾ ഏറ്റവും ഞങ്ങൾക്ക് ഉപകാരം അല്ലെങ്കിൽ സന്തോഷം, അഭിമാനം തോന്നുന്നത് ഞങ്ങളുടെ ഈ സമൂഹത്തിൽ ഒരു ഫാമിലി, ഒരമ്മ, 2 കുട്ടികൾ കിഡ്നി പേഷ്യൻ്റായത്, അവർക്ക് വേണ്ട ഓപ്പറേഷനും മറ്റു കാര്യങ്ങൾക്കുമായി 8-9 ലക്ഷം വേണ്ടി വരും. അത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു തുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും. അതിനായി ഞങ്ങൾ ആലോചിച്ചു. ഈ സമൂഹത്തിൽ പഞ്ചായത്തിൽ നാനാജാതി മതസ്ഥരെ കണ്ടെത്തി അവരുടെ നേതൃത്വം നൽകുന്ന ആരെ, പഞ്ചായത്ത് മെമ്പർമാരെ അല്ലെങ്കിൽ NSS അല്ലെങ്കിൽ ക്രിസ്ത്യ, ഹിന്ദു, മുസ്ലിം അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഞങ്ങളൊരു ക്ലാസ് നടത്തി. അതിനായി ഒരു ദിവസം ഞങ്ങൾ നിശ്ചയിച്ച് എല്ലാ വാർഡുകളും ഞങ്ങൾ കയറി ഇറങ്ങി. അതിനായി ഞങ്ങൾ 10 ലക്ഷത്തോളം ഞങ്ങൾ പൈസ കളക്ട് ചെയ്ത് ആ ഫാമിലിക്ക് ഞങ്ങൾ ഒരു അക്കൗണ്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനും ഞങ്ങൾക്ക് സാധിച്ചു. അത് ഏറ്റവും വളരെ അഭിമാനം തോന്നുന്നൊരു കാര്യമാണ്. അതിലായി ഒരാളുടെ ഇപ്പോൾ കിഡ്നി മാറ്റിവെക്കൽ ഓപ്പറേഷൻ കഴിയുകയും ചെയ്തു. അതിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും അഭിമാനം തോന്നുന്നൊരു അവസ്ഥ. ഇതൊക്കെ ഈ പ്രവർത്തനത്തിലൂടെ ഇനിയും ഞങ്ങൾക്ക് ഇതുപോലുള്ള സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിലെ ഈ കൂട്ടായ്മ ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനം തോന്നുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ജോലി ചെയ്യുന്നവരും പഠിക്കുന്നവരുമായി 40ഓളം വനിതകളാണുള്ളത്. ഇവരോടൊപ്പം കഴിയുന്നത്ര കാരുണ്യപ്രവർത്തികളിൽ പങ്കെടുക്കാൻ ഞങ്ങളും ശ്രമിക്കാറുണ്ട്. ഇതുപോലുള്ള സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സഹജീവികളെ സഹായിക്കാൻ അഭിമാനവും ആനന്ദവും കണ്ടെത്തുന്ന ഈ യുവമിഥുനങ്ങൾ അതിനായി നാട്ടിലെ വേസ്റ്റുകൾ പെറുക്കിയും ഭവനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തും പാവങ്ങളുടെ ചികിത്സയ്ക്കും മിടുക്കരായ കുട്ടികളുടെ പഠനത്തിനും ഫണ്ട് കണ്ടെത്താൻ ദിനംപ്രതി അധ്വാനിക്കുന്നതും കണ്ടാൽ ആരും അഭിനന്ദിച്ചു പോകും. ചമ്പക്കുളം കല്ലൂർക്കാട് യുവദീപ്തിയുടെ ചില പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഞങ്ങളുടെ ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ
മാരകമായ രോഗം ബാധിച്ച 4 പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ്. അത് അവരുടെ രോഗത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നമ്മൾ ചില മാധ്യമങ്ങൾ, മനോരമ അടക്കമുള്ള ചില മാധ്യമങ്ങൾ അവരുടെ രോഗവിവരത്തെപ്പറ്റി പത്രങ്ങളിലൂടെ അറിയിപ്പ് നൽകുകയും വാർത്ത നൽകുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം അതിന് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരുമൊക്കെ കൂടി ആലോചിച്ച് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചുവെങ്കിലും പിന്നീട് അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആരും വന്നില്ല. ആ സമയത്താണ് മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഈ യുവദീപ്തിയിലെ കുട്ടികൾ അത് ഏറ്റെടുക്കുകയും ഇവിടുത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും, കുടുംബശ്രീ, വിദ്യാർത്ഥികൾ, അതേപോലുള്ള മുഴുവൻ ആളുകളെ ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവർക്ക് ആവശ്യമായ പണം സമാഹരിച്ച് ആ കുടുംബത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 2 മാസത്തിന് മുമ്പ് അതിലെ ഒരാളുടെ വൃക്കരോഗമായിരുന്നു. അച്ഛനും 2 മക്കൾക്കും അമ്മയ്ക്കും വൃക്ക സംബന്ധമായ അസുഖമായിരുന്നു. അതിലൊരാളുടെ വൃക്ക മാറ്റിവെച്ചു. മറ്റൊരാൾ ഏത് സമയം വൃക്ക മാറ്റിവെക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനുള്ള സാമ്പത്തികം ഇവർ തയ്യാറാക്കി ബാങ്കിൽ അടച്ചിട്ടുണ്ട്. എന്തായാലും ആ കുടുംബത്തെ തിരിച്ചു കൊണ്ടുവന്നത് ചെമ്പക്കുളം യുവദീപ്തിയിലെ ഈ നല്ല നിസ്വാർത്ഥ സേവകരായിട്ടുള്ള ഈ കുട്ടികളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ്. നിങ്ങളുടെ ഈ പ്രായം, നിങ്ങൾ പലരും പഠിക്കുന്നവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പഠനവും ജോലിയും എല്ലാം കഴിഞ്ഞുള്ള സമയം എൻ്റർടൈൻമെൻറ്റ്സിന് മാറ്റിവെക്കാതെ എങ്ങനെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കല്ല അഥവാ നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എങ്ങനെ സമയം കണ്ടെത്തുന്നു? ശരിയാണ് പറഞ്ഞത്. ഈ പ്രായം അടിച്ചു പൊളിക്കേണ്ട ഒരു പ്രായമാണ്. പക്ഷേ ഈ അടിച്ചുപൊളി സമയം കുറച്ച് നാളുകൾക്ക് ശേഷം വെറൊരു ഓർമ്മകൾ മാത്രം. പക്ഷേ അതിലും നല്ലത് ഈ സമൂഹത്തിലേക്ക് എന്തെങ്കിലും നന്മ ചെയ്യുക, പ്രവർത്തനത്തിൽ ഏർപ്പെടുക. അതല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരമായി നമ്മൾ ചെയ്യുന്നതാണ് മനസ്സിന് സുഖം, അല്ലെങ്കിൽ പിന്നീടുള്ള ഏറ്റവും നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിവതും ജോലി ചെയ്യുന്ന അവസരങ്ങളിൽ പോലും ഞങ്ങളിത് കൂട്ടമായിട്ട് ആലോചിച്ച് ചിന്തിച്ച് ഞായറാഴ്ച ഞങ്ങൾ മീറ്റിംഗ് കൂടാറുണ്ട്. ആ മീറ്റിംഗ് കൂടി ഇന്നൊരു ദിവസം ഞങ്ങൾ ആ സമയം കണ്ടെത്തി എല്ലാവരും മാക്സിമം കൂടും. ആ പ്രവർത്തനം ചിലപ്പോൾ ഒരാൾക്കൊരു ഉപകാരപ്രദമായ ഒരു വീട്ടുകാർക്ക് എന്തെങ്കിലും സഹായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചികിത്സ സഹായമായിരിക്കാം, അല്ലെങ്കിൽ ഒരു രോഗി സന്ദർശനമായിരിക്കാം. അതിലെല്ലാം ഞങ്ങൾ സമയം കണ്ടെത്തുന്നതാണ്. ഈ ജോലിയും ഈ പഠനവും ഞങ്ങൾ ഒപ്പം കൊണ്ടു നടക്കുന്നത്. കൂട്ടായി ഏക മനസ്സോടെ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അസാധ്യമാണെന്നുള്ള കാര്യം എല്ലാം ഞങ്ങൾ സാധ്യമാക്കി എടുക്കുന്നു. ഇത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എൻ്റർടൈൻമെൻറ്റിനേക്കാളിലും കൂടുതൽ സന്തോഷം ഞങ്ങൾക്ക് നൽകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ കൂടുതലും മാതാപിതാക്കൾ അവരുടെ മക്കളെ നിങ്ങളുടെ സംഘടനയിൽ ചേർക്കുക എന്ന് പറഞ്ഞ് നിരന്തരം ഞങ്ങളെ കാണാറുണ്ട്. കാരണം ഇപ്പം ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ ഒരുപാട് സമയം കുട്ടികൾ കളയുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് അവർ പുറത്തോട്ട് ഇറങ്ങുന്നില്ല, സമൂഹത്തിലോട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. അപ്പോൾ തന്നെ അവരുടെ ഒരു മനസ്സ് വേറൊരു തലത്തിലേക്ക് മാറുകയാണ്. ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വലിയ വലിയ കാര്യങ്ങൾ ഭാവിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് മാതൃകകൾ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഈ കൂട്ടായ്മയിലൂടെ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന സഹായവും ചികിത്സാ ധനസഹായവും ഒക്കെ ലക്ഷങ്ങളോളം രൂപ നിങ്ങൾ സ്വരുക്കൂട്ടി കഴിഞ്ഞു. എവിടെ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പൈസ കളക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ ഇടവകയിൽ 1400 കുടുംബമുണ്ട്. ആ കുടുംബങ്ങളിൽ പോയി പത്രങ്ങൾ കളക്ട് ചെയ്യും. അതിലാണ് ഒന്നിച്ചിട്ട് ഞങ്ങൾ വിറ്റിട്ട് അതിൽ നിന്ന് പണം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങൾ ക്രിസ്മസിൻ്റെ പരിപാടിക്കൊക്കെ വരുമ്പോഴത്തേക്ക് കച്ചവടങ്ങൾ നടത്താറുണ്ട്. അതായത് നമ്മൾ കേക്കുകൾ ബൾക്കായിട്ട് എടുത്തിട്ട് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കും. അതിൽ നിന്ന് നമുക്ക് ലാഭം നമ്മൾ മിച്ചം പിടിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ വലിയ തുകകളൊക്കെ ഞങ്ങളുടെ ഇവിടെ തന്നെ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. അവരോട് കാര്യം പറയുമ്പോൾ തന്നെ അവർ പൈസ ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വിദേശത്ത് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഞങ്ങൾക്ക് പൈസ ഞങ്ങളുടെ സംഘടനയുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾക്ക് പൈസ ഇട്ട് തരാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ശരിക്കും ജെന്യുവനാണെന്ന് തോന്നിയിട്ട് ഞങ്ങൾക്ക് പൈസ തന്ന് ഞങ്ങൾ ഒരുപാട് പേരെ അങ്ങനെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷനാണ്. ഈ ഒരുപാട് ദൂരെ നിന്നുള്ള ഞങ്ങളെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തന്നെ പൈസ കൊടുത്തിട്ടാണ് അവിടെ പോയി കൊടുക്കുന്നത്. അവരുടെ നമ്മൾ ആഹാരത്തിന് പോലും നമ്മൾ പൈസ മേടിക്കാറില്ല. അതിനുവേണ്ടി ഞങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക ഫണ്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതിനൊരുപാട്, അതായത് എല്ലാ മതസ്ഥിലെ ആൾക്കാരെയും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ഞങ്ങൾക്കിവിടെ വ്യത്യസ്ത മതത്തിലുള്ള ആൾക്കാരും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. ഒരുപക്ഷെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം ഞങ്ങൾ ഈ കൂട്ടായ്മയോട് കൂടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഈ സമൂഹം ജാതി മതഭേദമില്ലാതെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്പോൺസറെന്ന് ഞങ്ങൾ ആരോടെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ അവർ യാതൊരുവിധ മടുപ്പും കാണിക്കാതെ അവരെ കഴിയുന്ന ചെറിയ തുകയെങ്കിൽ തുക അത് ഞങ്ങൾ കളക്ട് ചെയ്യും. അതിന് ഈ ജോലി സമയങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും, അതിൻ്റെ പഠന സമയങ്ങളിൽ പോലും അതിന് ഞങ്ങൾ സമയം മാക്സിമം കണ്ടെത്തുകയാണ്.
അതുകൊണ്ട് ഞങ്ങൾക്ക് നേടുന്നതെന്ന് വെച്ചാൽ മാനസികമായിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഈ സമൂഹത്തിന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്നത്. ഈ പ്രവാസി മലയാളികളായ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചവരായ വ്യക്തികളാണ് അവർ. അതുകൊണ്ട് അവർക്കറിയാം എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് മഴയത്തോ വെയിലത്തോ ഒന്നുമില്ലാതെ ഞങ്ങൾ ഏത് സമയത്തും ഒരാവശ്യം ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഓടിച്ചെന്ന്. അത് ഇപ്പോൾ കുറച്ച് പേരെ ഉള്ളെങ്കിൽ പോലും ആ ഉള്ളവർ ഞങ്ങൾ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. അതിന് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛന്മാർ, ഞങ്ങളുടെ സിസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അതുപോലെ ഈ സമൂഹത്തിലെ മതസ്ഥരായ ഈ മെമ്പർമാരെ എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ സഹായം കൊണ്ട് തന്നെ നിശ്ചിതമായ ഞങ്ങളുടെ ശമ്പളങ്ങളിൽ പോലും ചെറിയ തുക ഞങ്ങൾ അതിലേക്ക് നീക്കി വയ്ക്കും. ആ സന്തോഷം എൻ്റർടൈൻമെൻറ്റിനെക്കാട്ടി ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നതാണ്. Youth for Christ. നിങ്ങളുടെ ഈ കാരുണ്യ പ്രവൃത്തികളുടെ ഭാവി പരിപാടി അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഇനി തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ അടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ കുട്ടനാട്ടിൽ കൃഷിയാണ് മെയിനായിട്ടുള്ളത്. കീടനാശിനികളുടെ ഒരു വലിയ ഉപയോഗം കൊണ്ട് ഒരുപാട് ക്യാൻസർ രോഗികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്യാൻസർ രോഗികളെ ചികിത്സയ്ക്കുള്ള സഹായങ്ങൾ കൂടുതലായിട്ട് കണ്ടെത്താൻ നമ്മളുടെ ഈ നിശ്ചിത കൊണ്ട് അവർക്ക് ഒന്നും ആകത്തില്ല. അപ്പോൾ അതിന് കൂടുതലായിട്ട് പണം കണ്ടെത്താനുള്ള ഒരു സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. വർഷത്തിൽ 2-3 തവണ ഞങ്ങൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും ഒരു ദിവസം മുഴുവൻ അവരോട് കൂടി ചെലവഴിക്കുകയും ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ബാഗ്, പുസ്തകം, യൂണിഫോം ഇതെല്ലാം എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. കമ്പ്യൂട്ടറിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും മുന്നിലൂടെ തന്നെ ജീവിതം തള്ളി നീക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അതേ പ്രായക്കാരായ നിങ്ങൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ മാധ്യമങ്ങൾക്കും 2 വശങ്ങളുണ്ട്, നല്ലതും ചീത്തതും. ഓരോ വ്യക്തികളുടെയും വളർച്ചയ്ക്ക് മാധ്യമങ്ങൾ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ മാധ്യമങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അവിടെയാണ് ഓരോ വ്യക്തിയുടെയും വിജയം. അതുകൊണ്ട് ഞാൻ പറയുന്ന മാധ്യമങ്ങളെ നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. നമ്മുടെ സ്വാർത്ഥതയില്ലാതെ നമ്മുടെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും കൂടി മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സോഷ്യൽ മീഡിയ ശരിക്കും നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. എന്നാൽ അതിലൂടെ ദോഷഫലങ്ങളുമുണ്ട്. നമ്മൾ നല്ലത് കണ്ടെത്തി അതിലൂടെ പ്രയോജനപ്പെടുത്തുന്ന ആയിരിക്കും ഗുണം. ഇത് ഇപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള അല്ലെങ്കിൽ വാട്സപ്പ് പോലുള്ള ഈ സോഷ്യൽ മീഡിയ ഒരുപാട് കുട്ടികൾ ചതിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാവുന്ന ഒരു പ്രായമായിരിക്കത്തില്ല ഇപ്പോഴത്തെ യുവത്വം. നമ്മൾ സമൂഹത്തിലിറങ്ങി ഒരു കൂട്ടായ്മയോടുകൂടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പക്ഷേ അവർക്കതൊരു പ്രയോജനമായിരിക്കും. അത് കണ്ട് അവർ മനസ്സിലാക്കി നല്ല പ്രവൃത്തികൾ ഈ സമൂഹത്തിൽ മനസ്സിലാക്കുമ്പോൾ അവരും അതിലൂടെ വരും. ഒരു പക്ഷേ മാതാപിതാക്കളും അല്ലെങ്കിൽ അധ്യാപകരും അത് കണ്ട് മനസ്സിലാക്കി ഇവിടെ ഒരു സമൂഹം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരും അതിനോട് മുന്നോട്ട് വരാൻ തുടങ്ങുന്നുണ്ട്. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണത്. ഈ പ്രായത്തിലുള്ള ഞങ്ങളുടേതായ യുവാക്കളും യുവതികളും ഈ പ്രായത്തിൽ വഴിതെറ്റി പോകാതെ ഈ കൂട്ടായ്മയിലൂടെ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കൂട്ടായ്മ ഞങ്ങൾ തന്നെ ആയിരിക്കണം ഏതെങ്കിലും ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളിലും എന്നും ഓർമ്മിപ്പിക്കാനുള്ള കാരണങ്ങൾ കൊണ്ട് അവർ നന്നായി വരണം എന്നൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾക്കുണ്ട്.
പകൽ സമയങ്ങളിൽ പഠനവും ജോലിയുമായി തിരക്കിലാവുന്ന ഇവർ വൈകുന്നേരങ്ങളിലെ വിശ്രമ സമയമാണ് ഇത്തരം സാമൂഹിക സേവനത്തിന് സമയം കണ്ടെത്തുന്നത്. ഇതിനായി ഇടവകയിലെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും വിവിധ സംഘടനകളുടെയും പ്രോത്സാഹനങ്ങൾ ആവോളം ഇവർക്ക് ലഭിക്കുന്നു. അന്തിയുറങ്ങാൻ നല്ല ഭവനം പണിയാൻ ബുദ്ധിമുട്ടുന്നവർക്ക് നിർമ്മാണത്തിൻ്റെ വിവിധ മേഖലകളിൽ ശാരീരിക അധ്വാനത്തിലൂടെയും ഇവരുടെ സഹായം ലഭിക്കുന്നു. ഒപ്പം ഗ്രാമീണ റോഡുകളുടെ നിലവാരവും ഭംഗിയും കാത്തുസൂക്ഷിക്കാൻ ഇവർ ഒരുമിച്ച് പരിശ്രമിക്കുന്നത് കണ്ണുകൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചയാണ്. ഇങ്ങനെ നന്മയുടെ പര്യായമായി, യുവമനസ്സുകൾക്ക് അഭിമാനമായി, അനുകരിക്കാവുന്ന ചൂടുകളായി ഉദിച്ചുയരുന്ന സൂര്യകിരണങ്ങളെപ്പോലെ അവർ ഒരുമിച്ച് നീങ്ങുന്നു, കാരുണ്യത്തിൻ്റെ സേവകരായി.